ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ഒരു കേർഡ് റൈസ് ആൻഡ് ലേഡീസ് ഫിംഗർ വെച്ച് ഇതില്ലേ നമ്മുടെ വെണ്ടയ്ക്ക വെച്ചിട്ടുള്ളൊരു, അതിൻ്റെ ആക്ച്വൽ പേര് ഞാൻ മറന്നുപോയി. പിന്നെ പ്ലസ് എൻ്റെ ഇൻഗ്രീഡിയൻസ് ആണ്. കേർഡ് റൈസ് നമുക്ക് പല രീതിയിൽ വെക്കാമല്ലോ, അപ്പം ഞാൻ വെക്കുന്ന രീതിയിലുള്ളത് ഞാൻ കാണിച്ചു തരാം. സിമ്പിളാണ്. പിന്നെ ലേഡീസ് ഫിംഗർ ഓൾസോ ഞാൻ എൻ്റെ റെസിപ്പി, ഐ തിങ്ക് സിമിലർ റെസിപ്പി തന്നെയാണ് വരുന്നത്, പക്ഷേ എനിക്ക് എക്സാക്ട്ലി ഇത് തന്നെ ആണോ എന്നറിയത്തില്ല. അപ്പോൾ ആ റെസിപ്പിയും കൂടെ ഞാൻ കാണിക്കാം. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ വെക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ കേർഡ് റൈസിനകത്ത് ഞാൻ പീനട്ട് എന്നോട് ഞാൻ പറഞ്ഞു ബേബി എന്താ എൻ്റെ ബോയ് ഫ്രണ്ടാടാ, അവനും ഒരു ജീവിതമൊക്കെ വേണ്ടേ. സോ കേർഡ് റൈസിനകത്ത് ഞാൻ പീനട്ട് ഇടുവേ. പലരും പലതിടും, ചിലർ പൊമോഗ്രാനേറ്റ് ഇടും, ചിലർ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഇതൊക്കെ ഇടാം. സോ ഞാൻ പീനട്ടാണ് ഇടുന്നത്. പിന്നെ പീനട്ട് ഇടും, പിന്നെ കടുക്, ഇഞ്ചി, പച്ചമുളക്, കൊച്ചുള്ളി, കരിവേപ്പില ഇല്ല, കരിവേപ്പില ഞാൻ ഇടത്തില്ല. ഇത് ഇത്രമേ ഇടാറുള്ളൂ. പിന്നെ പീനട്ടും, പിന്നെ കേർഡും റൈസും. പിന്നെ കോക്കനട്ട് ഓയിലല്ല യൂസ് ചെയ്യുന്നത്, നമ്മുടെ ഗ്രൗണ്ട് നട്ട് ഓയിലില്ലേ, അതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെന്തുവാ, അതത്രേ ഉള്ളൂ കേർഡ് റൈസിൻ്റെ റെസിപ്പി. പിന്നെ വെണ്ടയ്ക്കയ്ക്ക് വരുമ്പം വെണ്ടയ്ക്ക, ഒരു സവാള, പിന്നെ ഇത് ജീരകം, അതും ഗ്രൗണ്ട് നട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഗ്രൗണ്ട് നട്ട് ഓയിൽ, ജീരകം, പിന്നെ സവാള, വെണ്ടയ്ക്ക, പച്ചമുളക് ഇടേണ്ടവർക്ക് ഇടാം, ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ് കുറച്ചല്ല, ഉപ്പ് കുറച്ച് വേണം ആവശ്യത്തിന്, അവരവരുടെ ഇഷ്ടത്തിന്. അപ്പോൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുറച്ച് ഇത് മല്ലിപ്പൊടി, പിന്നെ വേണം ഒരു നുള്ളു ഗരം മസാല. ഇത് ഇത്രയുമാണ് ഞാൻ ഇടുന്നത്. ബാക്കി ഞാൻ കുക്ക് ചെയ്ത് കാണിക്കാം. അപ്പം ഞാൻ വെണ്ടയ്ക്ക കട്ട് ചെയ്യാൻ എടുത്തിട്ടുണ്ട്. ഒരു 1 ഇഞ്ച് ലെങ്ത്തിലാണ് വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നത്. കാരണം തീരെ ചെറുതായിട്ട് കട്ട് ചെയ്താൽ ഇത് വഴന്ന് വരുമ്പോൾ ഒരു ടേസ്റ്റ് കാണത്തില്ല, തീരെ അങ്ങ് ചൊങ്ങിപ്പോകും. സോ 1 ഇഞ്ച് ലെങ്ത് ആകുമ്പോൾ അത് വെന്ത് വരുമ്പോഴും നല്ല ഒരു വലിപ്പം കാണും, ടേസ്റ്റും കാണും. അപ്പം ഞങ്ങളിപ്പം ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 3 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ അതിനൊരു വലിയ സവാള. ഇനിയിപ്പോൾ ഒരാൾക്കൊക്കെ മതിയെങ്കിൽ ചെറിയ ഒരു സവാള മതിയായിരിക്കും. ബേബി, അത് നിന്നെ ഒന്നും ചെയ്യത്തില്ല, ആനയൊന്നും അല്ലല്ലോ, ഉറുമ്പല്ലേ. ചേടാ, നീ കഴിഞ്ഞ ജന്മത്തിൽ എനിക്ക് തോന്നുന്നു നീ ഒരു ഉറുമ്പ് കടിച്ചായിരിക്കും ചത്തത്. പിന്നെ എനിക്ക് വേറൊരു പണിയില്ലല്ലോ, ഇത് നോക്കിക്കൊണ്ടിരിക്കാനല്ലേ. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് പീനട്ട് ഇട്ടിട്ട് അതിൻ്റെ ആ പച്ച ഇതൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി അങ്ങ് കരിഞ്ഞു പോവല്ല, ജസ്റ്റ് ആ പച്ച ഇതൊക്കെ ഒന്ന് മാറി കറക്റ്റ് നമ്മൾ സാധാരണ ഈ കപ്പലണ്ടി വറുത്തതൊക്കെ കഴിക്കത്തില്ല, ആ ഒരു ഇത് തന്നെയാണ് വേണ്ടത്. എണ്ണ ഒന്നും ഒഴിക്കേണ്ട, ചുമ്മാ ആ പാനിനകത്തോട്ടിട്ട് ചൂടാക്കിയാൽ മതി. പിന്നെ ആ പാൻ തന്നെ നമുക്ക് പിന്നെ ബാക്കി കേർഡ് റൈസിൻ്റെ ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ആ പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ചിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. ഞാനാണെങ്കിൽ മറ്റേ സവാള കട്ട് ചെയ്യുമായിരുന്നു നമ്മുടെ മറ്റേ കറിക്കുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഞാനിങ്ങനെ ഇളക്കിയും കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാണെങ്കിൽ നമ്മുടെ വെണ്ടയ്ക്കുള്ളതാണ് ഈ പാനിനകത്ത് എടുക്കുന്നത്. അപ്പോൾ ആദ്യം
നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെ ജീരകം വരണം. ജീരകം കുറച്ച് കൂടി നിന്നാലും കുഴപ്പമൊന്നുമില്ല, കാരണം ഇതിന് നല്ലതായിരിക്കും ജീരകം നന്നായിട്ടുള്ളത്. എന്നിട്ട് അതിനകത്തോട്ട് ആദ്യം സവാള ഇട്ടു, പിന്നെ വെണ്ടയ്ക്ക ഇട്ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഒരു പച്ചമുളകും ഇടാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എന്നിട്ട് ഈ ടൈമിൽ തന്നെ നമ്മൾ ബാക്കി പൊടി ഐറ്റംസ്, മസാല ഐറ്റംസ് എല്ലാം ഈ ടൈമിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പും ആ ടൈമിൽ തന്നെ അങ്ങ് ഇട്ട് കൊടുക്കണം. ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാല ഇതിട്ട് നന്നായിട്ട് ഇളക്കണം. ഇളക്കി കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് അടച്ചു വെച്ചാൽ മതി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഒരു 3 മിനിറ്റ് 4 മിനിറ്റ് കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് വേണ്ട, 10 മിനിറ്റിനുള്ളിൽ തന്നെ അത് നന്നായിട്ട് വരും. മാക്സിമം 15 മിനിറ്റ്, അതിൽ കൂടുതലൊന്നും വേണ്ട. പിന്നെ ചില കേസിൽ നമ്മൾ ജസ്റ്റ് ഇടയ്ക്കൊന്ന് വെള്ളം തളിച്ച് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് അങ്ങനെയൊന്നും ചെയ്തില്ല, ഇത് കുഴപ്പമില്ലാത്ത വെണ്ടയ്ക്കായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് നേരമില്ലാത്ത നേരത്തും അത് ഫോട്ടോ എടുത്ത് കളിക്കുക. പുതിയ ഫോൺ വായിച്ചിട്ട് പ്രഹസനം നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്, ഞാൻ ഉപ്പിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ വിതറി അത് തന്നെ സ്പ്രെഡ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഈ സ്പൂണും കൊണ്ടൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഐറ്റത്തിന് ഒരു സ്പോട്ടിൽ തന്നെ കിടക്കാൻ സാധ്യതയുണ്ട്. സോ കൈ കൊണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാമല്ലോ. സോ അങ്ങനെ ഇടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ഓപ്ഷൻ. പിന്നെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കണം. എന്നിട്ട് അതിനെ വിട്ടേക്കണം. അവർ കുറച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ചെന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്ക് വെണ്ടയ്ക്ക റെഡി ആയിട്ടുണ്ടായിരിക്കും. അപ്പം വെണ്ടയ്ക്കയുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ കേർഡ് റൈസിൻ്റെ ഭാഗത്തേക്ക് പോവാം. പിന്നെ എൻ്റെ മൈക്കിൻ്റെ ചാർജ് തീർന്നു പോയി. സോ കുറേയൊക്കെ വോയിസ് ഓവർ കൊടുക്കാം, ഇതിനും കുറച്ച് കഴിയുമ്പോൾ ചാർജ് ചെയ്യണം. അപ്പോൾ അത്രേ ഉള്ളൂ. പിന്നെ ഇത് വെണ്ടയ്ക്കൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം തളിച്ച് കൊടുക്കണമെങ്കിൽ കൊടുക്കാം, കൊടുത്തില്ലെങ്കിലും പ്രശ്നമില്ല. ചില വെണ്ടയ്ക്കൊക്കെ നല്ലതായിട്ട് വെള്ളമുള്ള വെണ്ടയ്ക്കൊക്കെ കാണും, ചിലത് ഡ്രൈ ആയിരിക്കും. സോ അത് അക്കോർഡിംഗ് ടു ദാറ്റ് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്തോണം. പിന്നെ ഇത് ഞാൻ റേഷ്യോ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ജസ്റ്റ് റെസിപ്പി മാത്രം പറയാം. ബാക്കി അവരവരുടെ ഇഷ്ടത്തിന് ചെയ്തോണം. പിന്നെ വേറെ എന്തുമായിരുന്നു, പച്ചമുളക് ഇടേണ്ടവർക്ക് ഇടാം, 1-2 എണ്ണം. ഞാൻ ഇട്ടിട്ടില്ല, ചിലപ്പോൾ ഇടും. പിന്നെ അത് അടച്ച് വെക്കണേ, അപ്പോൾ അത് നന്നായിട്ട് ഇങ്ങനെ വെന്തുള്ളൂ. അപ്പോൾ അടുത്തത് നമ്മൾ കേർഡ് റൈസിനുള്ള സംഭവങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, ഒരു 2.5-3 ഇഞ്ച് നീളമുള്ള ഇഞ്ചിയുടെ ഒരു പീസ്, പിന്നെ ഒരു 8-10 വെളുത്തുള്ളി, ചെറിയ ഉള്ളി, കൊച്ചുള്ളി എന്ത് വേണേലും പറയാം, അത്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പോൾ ഒരു ചെറിയ ഉള്ളിയെ തന്നെ 3-4 എണ്ണം അറ്റാച്ച് ചെയ്തിരിക്കുമല്ലോ, അങ്ങനത്തെ ഒരു 10 എണ്ണം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ കേർഡ് റൈസിനകത്ത് വേറെ സംഭവങ്ങളൊന്നും വരുന്നില്ലല്ലോ. അപ്പോൾ ഈ ഇടുന്നത് കുറച്ച് നല്ല ക്വാണ്ടിറ്റിയിൽ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇഞ്ചി ആണെങ്കിലും നമ്മൾ ഇത്ര ഇട്ടെന്ന് വെച്ചുകൊണ്ട് അതിൻ്റെ ഫ്ലേവർ ഒന്നും ഒരുപാട് മുന്നോട്ട് നിൽക്കുന്നില്ല. പിന്നെ കുറവായി പോയാലും പ്രത്യേകിച്ച് വികാരമൊന്നുമില്ലാത്ത കേർഡ് റൈസ് ആയി പോകും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും ഉള്ളത് നല്ലതായിരിക്കും. കാരണം ഞാനിത് കുറവ് ഇട്ട് നോക്കിയിട്ടുണ്ട്, ഈ ക്വാണ്ടിറ്റിയിലും ഇട്ട് നോക്കിയിട്ടുണ്ട്. അപ്പോൾ കുറവിടുമ്പോൾ പ്രത്യേകിച്ച് വികാരം ഒന്നും കാണത്തില്ല, സോ ഫ്ലോപ്പായി പോകാൻ സാധ്യതയുണ്ട്. സോ കുറച്ച് നല്ലതായിട്ട് ഇരിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ചെറിയ ഉള്ളി നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്തിടും, ഇഞ്ചി ആണെങ്കിൽ നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തിടും. പിന്നെ പച്ചമുളകാണെങ്കിൽ അത്യാവശ്യം കാണാൻ ഉള്ള വലുപ്പത്തിൽ കട്ട് ചെയ്ത് ഇട്ടാൽ മതി. പിന്നെ കേർഡ് റൈസ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യം എന്താണെന്ന് വെച്ചാൽ, കേർഡ് എപ്പോഴും കുറച്ച് മുന്നോട്ട് നിൽക്കണം, ഒരു പൊടി പോലും കുറഞ്ഞു പോകില്ല, കാരണം അത്രയും മതി ഫുൾ കുളമായി പോകാൻ. അപ്പം എപ്പോഴും കുറച്ച് മുന്നോട്ട് നിൽക്കുന്നതായിരിക്കും നല്ലത്. അപ്പം ഞാനിപ്പോൾ എടുത്തപ്പോഴും കുറവായിപ്പോയി, ഒരു ഫുൾ പാക്കറ്റ് ഇട്ടിട്ടും അത് തികഞ്ഞില്ല. അപ്പം പിന്നെ രണ്ടാമത് പോയി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ബാക്കി ഇടുമായിരുന്നു. അപ്പോൾ കേർഡ് കുറച്ച് മുന്നോട്ട് നിന്നാലേ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. പിന്നെ ഉപ്പാണെങ്കിലും കുറച്ച് ഒരുപാട് വേണമെന്നല്ല, കുറച്ച് വേണം. കാരണം ഞങ്ങൾ പൊതുവേ ഉപ്പ് കുറവ് യൂസ് ചെയ്യുന്നവരാണ്. അപ്പം ഈ കേർഡ് റൈസ് എടുത്തപ്പം കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതൽ ഇടേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്നാലേ അതിൻ്റെ ആ ഒരു കറക്റ്റ് ഫ്ലേവർ കിട്ടത്തുള്ളൂ.
അപ്പം ഞാൻ എങ്ങനെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ 2 തവി ചോറിട്ടിട്ട് കുറച്ച് കേർഡ് ഒഴിക്കും, എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും, പിന്നെ 2 തവി ഇടും. അപ്പം അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടാണ് ചെയ്യുന്നത്. കാരണം എനിക്കത് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയതും കുറച്ചുകൂടെ മിക്സ് ചെയ്യാൻ എളുപ്പം അതായിരിക്കും. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എന്നിട്ട് ആദ്യം ഞാൻ അപ്പോൾ ചോറിന് ഒരുപാട് ചൂടൊന്നും വേണ്ട, തണുത്ത ചോറായിരിക്കും നല്ലത്. പിന്നെ കേർഡും ഓഫ് കോഴ്സ് തണുത്തതായിരിക്കുമല്ലോ, ചൂടല്ലല്ലോ തൈര് വരുന്നത്. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് ഉപ്പും എല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ട് ഈ പറഞ്ഞ ലാസ്റ്റ് ഈ ഉള്ളിയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇട്ട് വയറ്റിയിട്ട് ഇതിനകത്തിടുക. ലാസ്റ്റ് നമ്മൾ അതിന് പറയുന്നത്, ലാസ്റ്റ് ഇതിനകത്തോട്ട് മിക്സ് ചെയ്താൽ മതി. അപ്പം അത്രേ ഉള്ളൂ സംഭവം. എന്നിട്ട് അടുത്തത് നമ്മളിനി ചെയ്യുന്നത് പീനട്ട് മാറ്റിയിട്ട് ആ പാനിനകത്തോട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സാധനം എല്ലാം കൂടി ഇട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് നന്നായിട്ടൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്നിടം വരെ, ഒത്തിരി ബ്രൗൺ ആക്കണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിനകത്തോട്ട് ഈ പീനട്ടും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒരു പീനട്ട് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മിനിറ്റൊക്കെ മതി, എന്നിട്ട് അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് അത് നമ്മൾ ഓഫ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന റൈസും കേർഡും ഉണ്ടല്ലോ അതിനകത്തോട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ അധികം ടൈം ഇല്ലാത്തപ്പോഴൊക്കെ ഇങ്ങനെ ലഞ്ച് എടുക്കുന്നത്. അതാകുമ്പം പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഞങ്ങൾക്ക് 2 പേർക്കും ഇഷ്ടമുള്ള ഫുഡുമാണ്. പിന്നെ ഈ വെണ്ടയ്ക്ക ആയിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ഇഷ്ടമേ അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ്. കേർഡ് റൈസിൻ്റെ കൂടെ ഈ വെണ്ടയ്ക്ക നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല കോമ്പിനേഷനാണ്. പിന്നെ അച്ചാറുണ്ടെങ്കിൽ അതും നല്ലതായിരിക്കും. പപ്പടം യൂസ് ചെയ്യേണ്ടവർക്ക് യൂസ് ചെയ്യാം. അങ്ങനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഗൈസ്. ഷെഫിൻ്റെ കേർഡ് റൈസും ലേഡീസ് ഫിംഗറിൻ്റെ അതെന്തോ അതിൻ്റെ പേര് ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി. എനിക്കിപ്പോഴും അതിൻ്റെ പേര് കിട്ടുന്നില്ല. എനിക്കൊന്ന് നോർത്ത് ഇന്ത്യയിലൊക്കെ ഇത് കോമൺ ആയിട്ടുള്ളൊരു ഡിഷാണെന്ന് തോന്നുന്നു. മേ ബി കുറച്ച് ഡിഫറൻസ് കാണും, ബട്ട് എന്തോ ഉണ്ട്, സിമിലറായിട്ട് ഇതെന്തോ ഉണ്ട്. എനിക്ക് അതിൻ്റെ പേര് ഞാൻ ഇപ്പോഴും മറന്നുപോയി. അല്ല ഞാൻ ഇനി നെറ്റിലൊക്കെ നോക്കി സെർച്ച് ചെയ്തിട്ട് വരണം. അപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ ഒന്നുകൂടെ ഓഡിയോ റെക്കോർഡ് ചെയ്യേണ്ടി വരും. ഒന്നാമത് ഒരു കണക്കിലാണ് റെക്കോർഡ് ചെയ്തത്. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അത്രേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും അടിപൊളി, സൂപ്പർ. തൈരിൻ്റെ അച്ചാറിന് ഇത്ര ടേസ്റ്റോ? നമ്മൾ